ശ്രീ KVS ഹരിദാസ്, BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു യോഗം. ആ യോഗത്തിൽ ആണ് BJP കോർ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് രാഷ്ട്രീയം പറയുക എന്നതിനപ്പുറത്ത് വികസന വിഷയങ്ങളിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം, ആ തർക്കത്തെ സംബന്ധിച്ച് ധനവിനിയോഗം, കേരളത്തിന് അനുവദിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് പോവുകയാണ് BJP. അതിൻ്റെ വസ്തുതയിലേക്ക് വരുന്നതിന് മുമ്പ് വ്യത്യസ്തമായൊരു സമീപനവും രീതിയും പരീക്ഷിക്കാനാണോ BJPയുടെ ശ്രമം? അഭിലാഷ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJP എക്കാലത്തും മോഡി ഗവൺമെന്റിന്റെ പദ്ധതികൾ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഏത് കാലത്തും മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ പരിപാടികളിലും അതിനൊരു ഊന്നൽ നൽകാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്കൊരു പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു, ഒരു ടെക്നോക്രാറ്റ്, അതേ സമയത്ത് ഒരു എന്റർപ്രണർ, അതിലുപരി ഒരു ക്ലീൻ ഇമേജോടുകൂടി ഒരു കേരളം ശ്രദ്ധിക്കുന്ന ഒരു നേതാവിനെ BJPയുടെ അധ്യക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നു. ശരി, അദ്ദേഹം നൽകിയ ഊന്നല് കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങള്, വിഷമങ്ങള് മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്നതാണ്. ഇപ്പൊ കേന്ദ്രം ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതികൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന്റെ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം വേണ്ടേ? അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ കേന്ദ്രം നൽകുന്ന പണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനവധി റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കേരളം ചെന്ന് പെട്ടിട്ടുള്ള സാമ്പത്തിക കെടുകാര്യസ്ഥത കൊണ്ട് തന്നെയാണ്. ശരി, സാമ്പത്തിക കടക്കണി കൊണ്ട് തന്നെയാണ്. ഒരു വിധത്തിലും തല ഉയർത്താൻ കഴിയാത്ത വിധം കേരളം ചെന്ന് പെട്ടിരിക്കുന്നു. ഇതിന് പരിഹാരം എന്താ? ഇതിന് പരിഹാരം കേന്ദ്രവുമായിട്ട് സഹകരിച്ച് കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് നടപ്പിലാക്കി കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികളിലൂടെ കേരളത്തെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ കേരളത്തില് ഇവരെന്ത് വിചാരിച്ചാലും ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ശരി, അവിടെ ഞാനൊരു സംശയമായി നമ്മളൊരു ഫെഡറൽ സംവിധാനത്തോടു കൂടിയാണല്ലോ മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവുകൾ ആയിരിക്കാം. അപ്പോഴും ഈ ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിന് ചില ചട്ടക്കൂടുകൾ ഉണ്ടല്ലോ. അതായത് ഒരു സംസ്ഥാനത്തിന് വേണ്ട വിഹിതം എങ്ങനെയാണ് നൽകുക, അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പരസ്പര ധാരണ പ്രകാരം അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെയാണ്. അവിടെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുക? ഇവിടെ ഇപ്പോൾ സംസ്ഥാന കോർ കമ്മിറ്റിക്ക് ശേഷം BJP വ്യക്തമാക്കുന്നത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെ ഒരു പാർട്ടി സംവിധാനത്തിന് ഈ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? അതിനല്ലേ നമ്മൾക്ക് സർക്കാർ സംവിധാനങ്ങളുള്ളത്. അല്ല, മോഡി ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇവിടെ ഉള്ളവര് എന്നുള്ള മെസ്സേജ് ഞങ്ങൾക്ക് ആദ്യം എത്തിക്കാൻ കഴിയുമല്ലോ. അതിനുശേഷം ഈ പ്രശ്നങ്ങള് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കും, സമഗ്രമായിട്ട് അവതരിപ്പിക്കും. കേന്ദ്ര സർക്കാരിന് ഇതിനെക്കുറിച്ച് ധാരണയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ BJP ഈ പ്രശ്നങ്ങൾ സമഗ്രമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അല്ലാതെ BJP എന്ന നിലയിലല്ല ചെയ്യാൻ പോകുന്നേ. പക്ഷെ കേന്ദ്ര സർക്കാരിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. അല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ സർക്കാർ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും
ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ശ്രമം. അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ. അവിടെ എനിക്ക് ഇനിയും ഉണ്ടാകുന്ന ഒരു സംശയം, താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിപ്പോൾ പാർട്ടിയല്ല നടത്തുക എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാണ് ഈ സംവിധാനം എന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ അതുമുണ്ടായി. ഇപ്പോൾ എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 30 സംഘടനാ ജില്ലാ ഓഫീസുകളിലും വിപുലമായ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് എൻ്റെ സംശയം. അതായത് ഈ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ആരംഭിച്ച് എങ്ങനെയാണ് ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന നിലയിൽ ഒരുപക്ഷെ പരാതികൾ കേൾക്കാൻ പാർട്ടിക്ക് സാധിക്കുമായിരിക്കും. അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ വഴി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വഴി എത്തേണ്ട പദ്ധതികൾ അവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾക്ക് അതിനുള്ള സംഘടനാ മെഷീനറി ഉണ്ടെന്ന്. ഹെൽപ്പ് ഡെസ്ക് മാത്രമല്ലല്ലോ, ഹെൽപ്പ് ഡെസ്ക് ഒരു കോർഡിനേഷന്റെ യൂണിറ്റാണ്. താഴെ തട്ടിൽ ബൂത്ത് തലം വരെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ ഇൻവോൾവ്മെന്റോടുകൂടി ഞങ്ങളത് പ്രാവർത്തികമാക്കും. അതിനുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊരു സമീപനമുണ്ട്, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഗൈഡൻസോടുകൂടി സഹായത്തോടുകൂടി ചിലതെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായും ഏപ്രിൽ 15 മുമ്പ് തീരുമാനമായിട്ടല്ലേ ഉള്ളൂ.